നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ശിവാനി? കുഴപ്പമില്ലെന്ന് പറയാം സിസ്റ്ററെ. എന്നാലും നല്ല ക്ഷീണമുണ്ട്. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ കഞ്ഞി കുടിക്കണം. ശിവാനിയുടെ അമ്മ എവിടെ പോയി? അമ്മ ഇവിടെ എവിടെ ഇങ്ങനെ കാണണമല്ലോ. ആ ആ വന്നോ? വല്ലാത്ത തലവേദന. ഒരു ചായ കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീൻ വരെ പോയതാ. അതെ അമ്മേ, ഈ ട്രിപ്പ് കഴിഞ്ഞ് ശിവാനിക്ക് ഈ കഞ്ഞി കൊടുക്കണം. ഉപ്പ് ചേർക്കാത്ത കഞ്ഞിയാ. 5-6 ദിവസം ഇവിടെ നിന്നുള്ള കഞ്ഞി കൊടുത്താൽ മതി. ഓക്കെ. അമ്മ പോയാ കഥ കുറ്റിട്ടെ. പോയി എന്തോ അമ്മ ഇത്? ഏതെന്നോ? എന്റെ അമ്മ, എത്ര നാള് ഞാൻ ഈ ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച് ജീവിക്കും? ഇപ്പൊ തന്നെ എനിക്ക് മടുത്തു. ഈ കുന്ത കാണുമ്പോ തന്നെ എനിക്ക് മനം പുരട്ട. കൊണ്ടുവച്ചിട്ട് പോയ പോക്ക് കണ്ടില്ലേ? കഞ്ഞി വലിയ കഞ്ഞി. ആർക്ക് വേണം ഈ കഞ്ഞി? നിന്നോട് കഞ്ഞി കുടിക്കാൻ ആര് പറഞ്ഞു? പിന്നെ കുടിക്കാൻ ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവണോ? നിന്നെ എനിക്ക് അറിഞ്ഞൂടേടി മോളെ. നിനക്കേ ദേ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം, നോക്ക്. എന്താ എന്താ ഇത്? ദാ. തന്തൂരി ചിക്കൻ. അരെ വാ. എന്തോ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ല. ആത്മഹത്യ നാടകം കളിച്ച് നീ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോഴും നിന്റെ മനസ്സ് എനിക്ക് അറിയില്ലേടി മോളെ. നീ കഴിക്കും. അയ്യോ, കുന്ത്രോണ്ട് എല്ലാം കൂടെ കുത്തിക്കെട്ടി വച്ചിരിക്കാം. ഈ കുന്ത്രോണ്ട് അടച്ചു വെച്ചേക്കാം. ഇല്ലെങ്കിലേ രക്തമാർന്ന് ചത്തുപോകും. ഇതാ കഴിക്കും. ഓ തന്തൂരി കിട്ടില്ല പീസ്. അമ്മയാണമ്മേ അമ്മ. ഓടിച്ചു. നീ കഴിക്ക് പെട്ടെന്ന്. എവിടുന്ന് കടിക്കും? ഇഷ്ടായോ? എന്റെ അമ്മ മുടിഞ്ഞ ടേസ്റ്റ് ചുമക്കണം. നീ ഇതിന് മുക്കി കഴിക്കേ. നാണം കൊടുത്താനായിട്ട് കഞ്ഞോടെ വച്ചക്കല്ലേ എടുത്തോണ്ട് കളാം. മോള് പറഞ്ഞത് സത്യ. ഇത് കാണുമ്പോ തന്നെ എനിക്ക് ഓക്കാനും വരും. അമ്മയ്ക്ക് വേണ്ടല്ലോ. ഞാൻ കഴിച്ചിട്ടാ നിനക്ക് വാങ്ങിക്കൊണ്ടു വന്നേ. അതങ്ങനെ വരുമെന്ന് എനിക്കറിയാം. എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാ ഇങ്ങനെ ഇരിക്കും. ഇക്കള് വന്നത് കണ്ടോ? കുറച്ച് വെള്ളം എടുത്തേ. വെള്ളം തീർന്നല്ലോടി. തീർന്നു നിക്കാതെ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ട്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം. അതെ, ആക്രാന്തം കാണിക്കല്ലേ. പെട്ടെന്ന് വരാട്ടോ. അതൊക്കെ ഇരുന്ന് കഴിക്കും. അതിന് താമോളെ ഞാൻ കഴിച്ചു തീർന്നില്ല. ഇനിയും കഴിച്ചോണ്ടിരുന്ന പിന്നെ നിനക്ക് കഴിക്കേണ്ടി വരില്ല. നിധി വരുന്നുണ്ട്. ചിക്കൻ കഴിക്കാൻ പോലും സമയമില്ല. തുണിക്കിപ്പൊ ഞാൻ എവിടെ പോകാനാ? തൽക്കാലം ഇത് മതി. കാണിക്കുന്നത്. ഓ പിന്നെ ഈ സമയത്ത് വൃത്തിയോട് നോക്കുന്ന
അമ്മ ഇതൊക്കെ അകത്തൊട്ടിച്ചു അങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ദേ, നീ വേഗം കിടക്ക്. ഇക്കള് വരാതെ നോക്കണേ. പിന്നെ അത് അവള് വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ പോയി. ഇതൊക്കെ ഒന്ന് മാറ്റി. അമ്മായി ഇതങ്ങോട്ട് വെച്ചേക്ക്, കുറച്ച് ഫ്രൂട്ട്സാ. എന്തിനാ മോളെ ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വന്നേ? ആര് കഴിക്കാനാ? എന്തു കൊടുത്താലും വേണ്ടെന്നേ പറയൂ. ഇവളങ്ങനൊക്കെ പറയും. ദേ, നിർബന്ധമായി ഇപ്പൊ ഫ്രൂട്ട്സാ കഴിക്കേണ്ടത്. എന്നാലേ പോയ ആരോഗ്യമൊക്കെ തിരികെ കിട്ടൂ. ദാ പിടിക്ക്. ആ. ശിവാനി, ശിവാനി, ഇപ്പൊ എങ്ങനെയുണ്ട്? വയ്യ നിധി, നല്ല ക്ഷീണമുണ്ട്. നീ വിഷമിക്കണ്ട, പതുക്കെ എല്ലാം മാറിക്കോളും. അല്ല, നീ എന്തേലും കഴിച്ചായിരുന്നോ? ഇവിടുന്ന് ഉപ്പില്ലാത്ത കുറച്ച് കഞ്ഞി കൊണ്ടുവന്നു. അത് മാത്രമേ കൊടുക്കാവൂന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതും കുടിക്കാൻ പാടായിരിക്കുമല്ലേ? എന്നാലും കൊടുക്കണം. ഞാൻ കൂടെ ഇരുന്ന് പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടാ ആ കഞ്ഞി ഒന്ന് കുടിപ്പിച്ചെടുത്തത്. അത് മുഴുവനും കുടിച്ചില്ലേ? ആ പിന്നെ അത് മൊത്തം കുടിച്ചിട്ടാ ഇപ്പൊ അങ്ങോട്ട് കിടന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല. ബുദ്ധിമോശമല്ലേ നീ കാണിച്ചത്? സാരമില്ല, എല്ലാം ശരിയാവും. ഉടനെ എങ്ങാനും ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു മോളെ. നമുക്ക് ചോദിക്കാം. എന്തായാലും പോകാൻ വേണ്ടി ധൃതി പിടിക്കണ്ട. പൂർണ്ണമായും ഭേദമായിട്ട് പോയാൽ മതി. ചോദിക്കുന്നോണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഈശ്വരമംഗലത്തുകാരെ അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അമ്മായി വിഷമിക്കാതിരിക്കാം. അതിനുള്ള ശ്രമം തന്നെയാ ഞാനും ഗൗതവും നടത്തുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയ ഈശ്വരമംഗലത്തേക്ക് പോകാനുള്ളൊരു വഴി നമുക്കുണ്ടാക്കാം. ഡിസ്ചാർജായ ഈശ്വരമംഗലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എല്ലാം ശരിയാവും. താങ്ക് യു നിധി. ഇതെന്താ ശിവാനി നിന്റെ ചുണ്ടില്? എന്താ? ഇത് ചിക്കന്റെ മസാലയാണല്ലോ. നീ എന്താ ചിക്കൻ കഴിച്ചോ? ഏ ചിക്കനോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് തരുന്ന കഞ്ഞിയല്ലാതെ വേറെ ഒന്നും കഴിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചത്? ഞാൻ കഴിച്ചില്ല നിധി. നീ കഴിക്കാതെ ചിക്കൻ ഫ്രൈയുടെ മസാല പിന്നെ എങ്ങനെ നിന്റെ ചുണ്ടിൽ വന്നു? എന്തിനാ അമ്മായി ഇവൾക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തത്? കഞ്ഞിയല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്ന് ഇവിടുന്ന് പറഞ്ഞതല്ലേ? അയ്യോ, ഇവള് ചിക്കനൊന്നും കഴിച്ചില്ല നിധി. വന്ന് കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ഈ മുറിയിൽ ആകെ ചിക്കൻ ഫ്രൈയുടെ ഒരു മണം ഉണ്ടായിരുന്നു. ഓ അതാണോ? അത് പിന്നെ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചു. ഞാനാ കഴിച്ചത്. അതിന്റെ സ്മെല്ലായിരിക്കും. അമ്മായി കഴിച്ചാൽ ആ ചിക്കൻ മസാല ഇവളുടെ ചുണ്ടിൽ എങ്ങനെ വന്നു? ആ അത് ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ നേഴ്സ് വന്ന് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞത്. ആ തിരക്കിനിടയില് ഞാൻ കൈ കഴുകിയില്ലായിരുന്നു. അപ്പോ ഒരുപക്ഷെ കഞ്ഞി കോരി കൊടുത്തപ്പോ എന്റെ കൈയിൽ നിന്നെങ്ങാനും ഇവളുടെ ചുണ്ടത്ത് പറ്റിയതായിരിക്കും. വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മായി. ആദ്യം ഡോക്ടർ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. സോറി നിധി, ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോ ഇവക്കും ഒരു ചെറിയ പീസ് വേണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ പീസ് അത്രേ ഞാൻ കൊടുത്തോളൂ. എന്തായാലും അമ്മായി ആള് കൊള്ളാം. ശോ, എന്ത് പറയാനാണെന്ന് പറ.